കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്യഭാഷ എന്നൊരു വിഷയവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. ഈ വിഷയത്തിലെ നിജസ്ഥിതി എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത, ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരേണ്ടുന്നത് ആവശ്യമാണ്. ഗേറ്റ് മിനിസ്ട്രീസിന്റെ എപ്പിസോഡ് 102, 103 നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം ഞാൻ അതിൽ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഇടയായി സോഷ്യൽ മീഡിയയിൽ വരുന്ന പല ഉപദേശങ്ങളും പല മെസ്സേജുകളും കേൾക്കുമ്പോൾ ഈ അന്യഭാഷ എന്നൊരു വിഷയത്തിലെ ഒരു ക്ലാരിറ്റി, ഒരു റിഫ്രഷർ ആവശ്യമാണ് എന്ന് തോന്നിയതിനാലാണ് ഈ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യുവാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. പാരമ്പര്യങ്ങളും മുൻവിധികളും ഒക്കെ മാറ്റിവെച്ചിട്ട് ദൈവസ്നേഹത്തോട് എന്നെ ശ്രദ്ധിക്കുവാൻ ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. അന്യഭാഷ പൊതുവെ പെന്തക്കോസ്തൽ സമൂഹം തെറ്റായിട്ട് പഠിപ്പിച്ചിരിക്കുന്നതും വൈകാരികമായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്നതുമായ ഒരു അന്യായ ഉപദേശമാണ്. അങ്ങനൊരു ഉപദേശം ഇന്നത്തെ കാലഘട്ടത്തിൽ വാലിഡ് അല്ല. അതിൻ്റെ ഒരു ആവശ്യകത ഈ കാലഘട്ടത്തിൽ കാണുന്നില്ല. ഭാഷാവരത്തിന്റെ ഒരു ആവശ്യം ഈ കാലഘട്ടത്തിൽ ഇല്ല. ഞാൻ ഈ വിഷയത്തെ ബ്ലണ്ടായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആരെയെങ്കിലും ആക്ഷേപിക്കാനായിട്ടാണ് ഇത് പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. 30 വർഷത്തിലേറെ പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൽ ഉണ്ടായിരുന്നതും ലോക്കൽ സഭകളുടെ ഉത്തരവാദിത്വത്തിൽ ഇരുന്നിരുന്നതുമായ ഒരു പഴയ പെന്തക്കോസ്തുകാരൻ എന്ന നിലയിലാണ് ഞാൻ ഈ വിഷയത്തിന്റെ നിജസ്ഥിതി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അന്യഭാഷ എന്നൊരു ഉപദേശം ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അത് കൊടുത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്, അതിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു. ഭാഷാവരമോ അത് നീങ്ങിപ്പോകും, പ്രവചനവരമോ അത് നിന്നു പോകും എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആ ഭാഷാവരത്തിന്റെ പർപ്പസ് കഴിഞ്ഞപ്പോൾ അത് നീങ്ങിപ്പോകുവാനായിട്ടിടയായി. ഇന്ന് അങ്ങനെ ഒരു ഭാഷാവരത്തിന്റെയോ അന്യഭാഷ സംസാരിക്കേണ്ടതിൻ്റെതായിട്ടുള്ളയോ ഒരാവശ്യം ഇന്ന് സഭകളിൽ ഇല്ല. ഇന്ന് ദൈവവചനം അത് അനുശാസിക്കുന്നില്ല. ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ നിന്നുപോയ ഒരു ശുശ്രൂഷയാണ്. പക്ഷേ ആ വിവരം അറിയാതെ നമ്മൾ അനേക പൗരസ്ത്യ സഭകളും പുരോഹിത വൃന്ദങ്ങളെയും ഒക്കെ നമ്മൾ ഇന്നും കാണുന്നുണ്ട്. പൗരോഹിത്യ ശുശ്രൂഷ നിന്നുപോയതെന്ന് ആണെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാമെങ്കിലും തിരുവചനം അത് നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിലും ഇന്നും പുരോഹിതന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷകളെയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഉദാഹരണത്തിന് എബ്രായ ലേഖനം 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അവിടെ പറഞ്ഞിരിക്കുന്നത് പുരോഹിതന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നത് വഴിപാടും യാഗവും കഴിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ ഒരേ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പുരോഹിതന്മാരെ ദൈവം കൽപ്പിച്ചാക്കിയിരുന്നത്. മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി വഴിപാടും യാഗവും കഴിക്കുക. മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കൽ മാത്രം അതിപരിശുദ്ധ സ്ഥലത്ത് കയറിപ്പോയി ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കുക. ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരെ ആക്കിയിരുന്നത്. എന്നാൽ അവരെന്ത് ശുശ്രൂഷ ചെയ്യണമായിരുന്നോ ആ ശുശ്രൂഷ കർത്താവായ യേശു ക്രിസ്തു ഉലകത്തിൽ വന്ന് ഒരിക്കലായിട്ട് അത് നിവർത്തിച്ചിരിക്കുക. ഇനി ഇവിടെ ഒരു യാഗത്തിന്റെ ആവശ്യമില്ല, ഒരു വഴിപാടിന്റെ ആവശ്യമില്ല, ഒരു പുരോഹിതന്റെ ആവശ്യമില്ല. പൗരോഹിത്യ ശുശ്രൂഷ അതോടുകൂടെ നിന്നുപോയി. ഇവിടെ ഒരു യാഗം കഴിക്കേണ്ടത് ആവശ്യമില്ല. ഇന്ന് നിങ്ങൾ ഒരു യാഗം കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ക്രൂശിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അവൻ ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ, കാൽവറിയിലൂടെ ഒഴുകിയ തങ്ക നിണത്തെ, സ്വന്തം രക്തത്തെ ഒരു വിശുദ്ധ മന്ദിരത്തിൽ കടന്ന് പരിശുദ്ധനായ പിതാവിന്റെ മുന്നിൽ തന്റെ രക്തവുമായിട്ട് കടന്നുപോയി എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് ഒരിക്കലായിട്ട് നിവർത്തിച്ചിരിക്കുക. എബ്രായ ലേഖനം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെ പിന്നെയും ഇവിടെ പൗരോഹിത്യ ശുശ്രൂഷ എന്ത് ആവശ്യത്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ അതിനൊരു ആവശ്യവും ഇല്ല. ഇന്ന് നമ്മളൊരു ബലി യാഗം അർപ്പിക്കാനായിട്ട് പുരോഹിതനെ ഇവിടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ക്രൂശിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. സോറി, ഐ ഹാവ് ടു സേ ദാറ്റ്. ഈ വിവരം അറിഞ്ഞോ അറിയാതെയോ ഇന്നും പുരോഹിതന്മാരെ നമ്മുടെ ഇടയിൽ കാണുന്നു, ക്രിസ്തീയ സഭകളിൽ കാണുന്നു. എന്ന് പറഞ്ഞതുപോലെ നിന്നുപോയ ഒരു ഉപദേശമാണ് ഈ അന്യഭാഷയുടെ ഉപദേശം. എന്നിരുന്നിട്ടും ജനം ഇന്ന് കീഴ്വഴക്കങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഒക്കെ വിധേയപ്പെട്ടിട്ട് അന്യഭാഷ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കാര്യങ്ങളെ അറിയണം. പരിശുദ്ധ ആത്മാവാൻ ദൈവം ഉലകത്തിലേക്ക് വന്നത് എന്ത് പർപ്പസിലേക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് ചേർക്കപ്പെടുകയും റാപ്ചറിൽ ചേർക്കപ്പെടാനിരിക്കുന്ന ഒരു ദൈവ സഭയെ സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടോ അതിന്റെ ആരംഭത്തിനായിട്ടോ അല്ല.
പരിശുദ്ധ ആത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരുന്നത് കിങ്ഡം പ്രോഗ്രാം, രാജ്യത്തിന്റെ സുവിശേഷം. അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തിരുന്ന 12 അപ്പോസ്തലന്മാരും അവരിൽ കൂടി ദൈവം വിളിച്ചു വേർതിരിച്ച ലിറ്റിൽ ഫ്ലോക്സ് എന്ന് പറയുന്ന ഒരു ജനം, അവരുടെ മേൽ ശക്തി പകർന്നിട്ട് അവരെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടും സകല സത്യത്തിലും അവരെ വഴി നടത്തേണ്ടതിനും, കാര്യം അവർ കടന്നു പോകാൻ പോകുന്ന ഒരു മഹാപീഡന കാലത്തിലൂടെയാണ്. അതിലൂടെ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കണം. അതിനു വേണ്ടിയിട്ട് അവരുടെ മേൽ ശക്തി പകരപ്പെടാൻ വേണ്ടിയിട്ട് കർത്താവ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ലോകത്തിലേക്ക് അയക്കുക. ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഞാനും നിങ്ങളുമായിരിക്കുന്ന കൃപായുഗത്തിലെ ദൈവസഭയുടെ ആരംഭത്തിനോ പരിപാലനത്തിനോ വേണ്ടി ആയിരുന്നില്ല ഒറിജിനലി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരുന്നത് നിങ്ങൾ കാണുന്നത്. അത് കർത്താവ് അവരോട് പ്രോമിസ് ചെയ്തിരുന്നതിന് പ്രകാരമാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, കാര്യസ്ഥനെ ഞാൻ പിതാവിനോട് ചോദിച്ച് നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തും. ഇതെല്ലാം നൂറ്റാണ്ടുകളായിട്ട് പ്രവാചകന്മാർ മൂലം പ്രവചിച്ചിരുന്ന വാഗ്ദത്ത നിവർത്തിയാണ് ആ അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ പെന്തക്കോസ്ത് നാളിൽ അവിടെ നടക്കുന്നത്. പരിശുദ്ധ ആത്മാവാൻ ദൈവം വന്നു കഴിഞ്ഞപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം പർപ്പസ് നമ്മൾ മനസ്സിലാക്കാതെ എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് കാര്യങ്ങളെ പഠിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഇതുപോലുള്ള ഉപദേശങ്ങൾ ഇന്നും വെച്ചു പുലർത്തി എന്തെങ്കിലുമൊക്കെ പറയാൻ തത്രപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അന്ന് പരിശുദ്ധ ആത്മാവാൻ ദൈവം ലോകത്തിൽ വരുമ്പോൾ അവർക്കൊരു വലിയ ദൗത്യമുണ്ട്. ലോകമെമ്പാടും പോയി കർത്താവിന്റെ ആ സുവിശേഷം, ആ സ്വർഗരാജ്യം സമീപയായിരിക്കുന്നു, ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ കടക്കാൻ പോകുന്നു, നിങ്ങളാണ് ആ തലമുറയുടെ മക്കൾ എന്ന് അവരോട് അറിയിക്കണം. കർത്താവ് അവരെ പഠിപ്പിച്ച ഉപദേശം അവരോട് പ്രസംഗിക്കണം, അവരെ മാനസാന്തരപ്പെടുത്തണം, സ്നാനപ്പെടുത്തണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ പ്രാപ്തരാക്കണം. അതിനുവേണ്ടി ഒരു വലിയൊരു ദൗത്യം ദൈവം അവരുടെ മേൽ ഏൽപ്പിക്കുക. അത് അവർ കടക്കാൻ പോകുന്നത് ഒരു വലിയ മഹാപീഡന കാലത്തിലേക്കാ. ദാനിയേലിനെ കാണിച്ചു കൊടുത്തിരുന്ന 70 ആഴ്ചവട്ടത്തിന്റെ ആ 70-ാം ആഴ്ച, ആ അവസാനത്തെ 7 വർഷത്തെ ആ പീരീഡിലേക്ക് അവർ കടക്കാൻ പോകുന്നത്. 69-ാമത്തെ ആഴ്ച കൊണ്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടുക, അതിനുശേഷം വരുന്ന ആ അവസാനത്തെ ആഴ്ചയിലേക്ക് അവർ കടക്കാൻ പോകുക. അതിന് അവർ ശക്തി പ്രാപിക്കണം. അവിടെ കഷ്ടതയും പട്ടിണിയും പീഡനവും ഭൂകമ്പവും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും, യു ജസ്റ്റ് നെയിം ഇറ്റ്, എല്ലാവിധ കഷ്ടങ്ങളും. ഉലകം സ്ഥാപിച്ചതിന് ശേഷം അങ്ങനെ ഒരു കഷ്ടപ്പാട് ഉണ്ടായിട്ടില്ല. യാക്കോബിന് അത് അയ്യോ കഷ്ടം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ കൂടെ അവർ കടക്കാൻ പോവുക. അതിനവരെ എക്യുപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ പറയണം. അതുകൊണ്ടാണ് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഉലകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാവും. ആ ശക്തി അവർക്ക് പകരുമ്പോൾ അവർക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അമാനുഷികമായ ശക്തി അവരുടെ മേൽ പകരപ്പെടുന്നത്. ഈ മലയോട് ഇവിടുന്ന് ചാടി കടലിൽ പോയി വീഴാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയി വീഴും. രോഗിയായി കിടക്കുന്ന ഒരാളുടെ മേലെ കൈവച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എഴുന്നേൽക്കും. മരിച്ചു കിടക്കുന്ന ഒരുവന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ അവൻ എഴുന്നേറ്റ് നിൽക്കും, ജീവൻ പ്രാപിക്കും. രോഗികളെ കൊണ്ട് കിടത്തിയിരിക്കുന്നിടത്ത് അവരുടെ നിഴൽ അടിച്ചു കഴിഞ്ഞാൽ അവർ എഴുന്നേറ്റ് വീട്ടിൽ പോകും. നിങ്ങളുടെ പാപം ഈ ഉലകത്തിൽ ഇവിടെ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഇവിടെ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. പാപം മോചിക്കാൻ വരെയുള്ള അധികാരം ദൈവം അവരുടെ മേൽ കൊടുത്ത് അവരെ അയക്കുക. ഇതിനെയാണ് മഹാദൗത്യം, ഗ്രേറ്റ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ കമ്മീഷൻ ഇസ്രായേലിലും യഹൂദിയിലും മാത്രമല്ല. കാര്യം അവർ 30% ഉള്ളൂ അവരുടെ രാജ്യത്ത്, ബാക്കി 70% ഉലകം മുഴുവനും ചിതറിക്കിടക്കുക. അവരെ പോയി ഈ സുവിശേഷം അറിയിക്കണം. അതാണ് ഗ്രേറ്റ് കമ്മീഷൻ. അത് ചുമ്മാതെ പോകാൻ പറ്റത്തില്ല. കാര്യം മഹാപീഡനകാലമാണ്. സാത്താൻ 666 അവൻ ഇവിടെ ആരെ വിഴുങ്ങേണ്ടുന്നു എന്ന് കരുതി അലർന്ന സിംഹം പോലെ വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിന് പ്രത്യേക ശക്തി അവരുടെ മേൽ പകരണം. ദൈവം അവരെ കാത്തു പരിപാലിക്കണം. അതിനുവേണ്ടി പരിശുദ്ധ ആത്മാവാൻ ദൈവം പെന്തക്കോസ് നാളിൽ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതിന് പ്രകാരം അവരുടെ മേൽ വന്നിരിക്കുക. യോവേൽ പ്രവാചകൻ പറയുന്നത്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും ദർശനങ്ങൾ ദർശിക്കും. നിങ്ങൾക്കറിയാം, യെശയ്യാ പ്രവചനം 44-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിച്ചു നോക്കണം. 3-ാമത്തെ വാക്യത്തിൽ സ്പെസിഫിക്കലി പറയുക, എന്റെ സന്താനത്തിന്മേൽ ഞാൻ എന്റെ ആത്മാവിനെയും എന്റെ സന്തതി മേൽ ഞാൻ എന്റെ അനുഗ്രഹത്തെയും പകരും. എന്റെ ആത്മാവിനെ ഞാൻ എന്റെ സന്താനത്തിന്റെ മേൽ പകരുമെന്ന് പറയുക. എസെക്കിയേൽ പ്രവചനവും ഇതുപോലെ തന്നെ അനേക പ്രവാചകന്മാർ മുഖാന്തരം നൂറ്റാണ്ടുകളായിട്ട് പറഞ്ഞിരുന്ന ഒരു ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണം പെന്തക്കോസ്ത് നാളിൽ നടക്കുക. അവിടെ അവർ ശക്തി പ്രാപിക്കുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും ചെയ്യുക.
ആ അന്യഭാഷകളിൽ സംസാരിക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഭാഷാ വരം ദൈവം അവർക്ക് കൊടുക്കുക. കാര്യം അവരെ ഏൽപ്പിക്കുന്ന ഒരു വലിയ ദൗത്യമുണ്ട്. പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതീയ ദേശത്തും പോയി അവരോട് ഈ സുവിശേഷം അറിയിക്കണം. അത് ദൈവത്തിന്റെ കൽപ്പനയാ, ഗ്രേറ്റ് കമ്മീഷനാ. അത് പറയാൻ പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ, ഓസ്ട്രേലിയ മുതൽ അമേരിക്ക വരെ, അന്ന് അമേരിക്ക കണ്ടുപിടിച്ചിട്ടില്ലെങ്കിലും ആ കണ്ടുപിടിച്ച രാജ്യങ്ങൾ മുഴുവൻ അവർ ചിതറിക്കിടക്കുക. അന്ന് ബ്രാഹ്മിൺസിനേക്കാൾ ഏറെ യഹൂദന്മാരെ കൊച്ചിയിലും മുസിറീസിലുമുണ്ട്. ഉലകം മുഴുവൻ അവർ ചിതറിക്കിടക്കുക. അവരോട് പോയി ഈ സുവിശേഷം അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഭാഷയുടെ മേൽ അവർക്ക് അധികാരം, ഭാഷാവരം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ദൈവം അവർക്ക് ഭാഷാവരം കൊടുക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം പറയാണ്, അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. ഇവരെല്ലാവരും പെന്തക്കോസ്ത് പെരുന്നാളിന് യെരുശലേമിൽ എത്തിയിരിക്കുക. ഇവർ ഉലകം മുഴുവൻ ചിതറിക്കിടക്കുന്നവരാ. ആണ്ടിൽ 3 പ്രാവശ്യം ഇവർക്ക് യെരുശലേമിൽ വരണം. അതിനുവേണ്ടി ദൈവം കൊടുത്തിരിക്കുന്ന 7 പെരുന്നാളുകളുണ്ട്. അതിലെ 4-ാമത്തെ പെരുന്നാളായത്. ആ പെരുന്നാൾ ആചരിക്കാൻ ഉലകത്തിന്റെ കീഴിലുള്ള സകല ജാതീയ ദേശത്തും ഡയസ്പോറ ജ്യൂസ്, ഡിസ്പേഴ്സ്ഡ് ആയി കിടക്കുന്ന ജ്യൂസ്, അവര് ദൈവം ഓടിച്ചിരിക്കുന്നതാ. സകല ദേശത്തും ദൈവം കൊടുത്തിരിക്കുന്ന മോശയിക കൽപ്പന അനുസരിക്കാത്തതിനാൽ ദൈവം അവരെ ഓടിച്ചു വിട്ടിരിക്കുന്നതാ. നിങ്ങളെ ഞാൻ ഉലകത്തിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ചിതറിച്ചു കളയുന്നുള്ള ദൈവിക കോപപ്രകാരം ദൈവം അവരെ ഓടിച്ചിരിക്കുന്നതാ. അവിടെ നിന്നും അവർ ആണ്ടിൽ 3 പ്രാവശ്യം യെരുശലേമിൽ വരണം. ഇത് 2-ാമത്തെ പ്രാവശ്യത്തെ വരവ പെന്തക്കോസ്ത് നാൾ ആചരിക്കാൻ. അന്ന് ആകാശത്തിന്റെ കീഴിലുള്ള സകല ജാതീയ ദേശത്ത് നിന്നും, ജാതികളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതികളെല്ലാം കൂടി ഇവിടെ വന്നെന്നല്ല അതിന്റെ അർത്ഥം. ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ വന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. ഇവരെല്ലാവരും അവരവരുടെ ഭാഷയിൽ സംസാരിക്കുന്നെങ്കിലും വന്നു കൂടിയിരിക്കുന്നവര് താന്റെ ഭാഷയിൽ ഇവര് സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു. എത്ര പേര് വന്നു കാണും? 1000-കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ അവിടെ വന്നിരിക്കുക. എന്തിനാ? അവർ യെരുശലേമിൽ ഒത്തുകൂടണം. അത് ദൈവിക കൽപ്പനയാ, അത് ഓപ്ഷണൽ അല്ല. ദേ മസ്റ്റ് കം ദേർ. ആഴ്ചകളും മാസങ്ങളും വള്ളത്തിലും വഞ്ചിയിലും കുതിരപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ സഞ്ചരിച്ച് അവർ യെരുശലേമിൽ എത്തിയിരിക്കുക. ആ സമയത്ത് പെന്തക്കോസ്ത് പെരുന്നാളിന് വന്നിരിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളാ. അവിടെ സംസാരിക്കുന്നത് വന്നവർക്കെല്ലാം അവരവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ടു അമ്പരന്നു പോയി. പറയുന്നത് അവർക്ക് മനസ്സിലാകും. എല്ലാവരും ഭ്രമിച്ചു, ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാരല്ലയോ? അടുത്ത വാക്യം, പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? ജനത്തിന് ഇത് വിശ്വസിക്കാൻ കഴിയാത്തവണ്ണം എല്ലാവരും അവരവരുടെ ഭാഷയിൽ സംസാരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരു ഭാഷാ വരം ഇവരുടെ മേൽ പകർന്നിരിക്കുക. ഇവർ പോയി ഉലകത്തിലുള്ള സകല ജാതിയോടും സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കണം. ഈ പോയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇവർക്ക് പോയിട്ട് എബ്രായ ഭാഷ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല. നൂറ്റാണ്ടുകളായിട്ട് അവർ ചിതറിപ്പോയിരിക്കുന്നവരാ. ഈ BC 700-ൽ ഷൽമാനേസർ പിടിച്ചുകൊണ്ട് പോയ കാലം മുതൽ, അസീറിയൻ പ്രവാസത്തിലേക്ക് അവരെ കൊണ്ടുപോയ കാലം മുതൽ അവർ ചിതറിപ്പോയിരിക്കുക. അതിനുശേഷം 800-700 ചിലവാനം വർഷം കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഈ പെന്തക്കോസ്ത് പെരുന്നാൾ. അവരോടെല്ലാം പോയി ഈ സുവിശേഷം അറിയിക്കണം എന്നുണ്ടെങ്കിൽ അവർ ഭാഷ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ദൈവം അവർക്കൊരു വരം കൊടുക്കുകയാണ്. നിങ്ങൾ പോയി ഉലകത്തിലുള്ള സകല ജാതിയോടും ഈ സുവിശേഷം അറിയിക്കാൻ, ഈ ജാതീയ ദേശത്തും പോയി സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഭാഷ അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഭാഷ മേൽ അധികാരം കൊടുക്കുക. അതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ അന്യഭാഷ. അത് ഹൊറിസോണ്ടലാ, അതായത് മനുഷ്യനോട് സംസാരിക്കുന്ന ഭാഷയാ. ഞാൻ പറയുന്നത് ഏത് ഭാഷക്കാരനാണെങ്കിലും അവന് മനസ്സിലാവും. ആ ഒരു വരം എൻ്റെ മേൽ പകർന്നിരിക്കുക. ഇവിടെ ഇവരെ എക്യുപ്പ് ചെയ്തിരിക്കുന്ന, ഇവർക്ക് ഈ സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ അധികാരവും ദൈവം കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിനാണ് ഇവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ആത്മാവിനാൽ അവർക്ക് അന്യഭാഷയുടെ മേൽ അധികാരം ദൈവം കൊടുത്തിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതാ നിങ്ങളൊരു അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ കാണുന്ന അന്യഭാഷ. അതിന്റെ പർപ്പസ് ഉലകമെമ്പാടും പോയി സകലരോടും ആ സുവിശേഷം അറിയിക്കണം. കർത്താവായ യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ച സുവിശേഷം, അതായത് സെർമൺ ഓഫ് ദ മൗണ്ട്,
ആ ഗിരിപ്രഭാഷണത്തിൽ കൂടി അവരെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഗ്രേറ്റ് കമ്മീഷനിൽ കൂടി അവരോട് ആജ്ഞാപിച്ചിരിക്കുന്ന കൽപ്പനകൾ അലംഘനീയമായ കൽപ്പനകളാണ്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിലൊക്കെ പറയുന്നത് ഈ കാര്യങ്ങളാണ്. അതായത് ആ സമയത്ത് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത് കണ്ടില്ലയോ? ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അന്ന് അവര് രക്ഷിക്കപ്പെടാനായിട്ട് സ്നാനം ഏൽക്കണമായിരുന്നു. ജലസ്നാനം മസ്റ്റ് ആയിരുന്നു, അതൊരു ഓപ്ഷൻ അല്ല, ആരെയും കാണിക്കാനല്ല, രക്ഷിക്കപ്പെടാനാ. ഇത് ദൈവം കൽപ്പിച്ചു കൊടുത്തിരുന്ന കൽപ്പനയാണ്. അടുത്ത വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. കാര്യം അവരുടെ ഈ അത്ഭുതം കാണാതെ ചിതറിപ്പോയിരിക്കുന്ന ഒരു യഹൂദനും വിശ്വസിക്കത്തില്ല. അവൻ അടയാളം അന്വേഷിക്കുന്നു. അവന് ചെങ്കടൽ തുറക്കുകയും മന്നയും കാടപ്പക്ഷിയും ഒക്കെ ആകാശത്തു നിന്ന് വീഴുകയും ചെയ്താലേ ദൈവം പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ്, ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മളെ വിളിച്ചിറക്കിയത് ദൈവമാണ് എന്ന് അവർക്ക് വിശ്വാസം വരത്തുള്ളൂ. അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കണം, ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകുന്ന സ്ഥലങ്ങളിൽ പറയുന്നത് അവർക്ക് മനസ്സിലാകണം. സർപ്പങ്ങളെ പിടിച്ചെടുക്കും. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങളും തേളും ഒക്കെ ആ കാലത്ത് മഹോപദ്രവത്തിന്റെ ഭാഗമായിട്ട് ദൈവം അയച്ചിരിക്കുക. മരണകരമായ യാതൊന്നും കുടിച്ചാലും അവർക്ക് ഹാനി വരത്തില്ല. ആകാശത്ത് നിന്ന് കാഞ്ഞിരം പോലെ കഴിക്കുന്ന നക്ഷത്രങ്ങളൊക്കെ വീണിട്ട് ഇവിടുത്തെ ജലാശയം മുഴുവനും രക്തതുല്യമായി പോയിരിക്കുക. കാഞ്ഞിരം പോലെ കഴിക്കുക, അത് കുടിച്ചാൽ മരിച്ചു പോകും, വിഷാംശമുള്ളതായി മാറിയിരിക്കുക. മരിച്ചുപോയ ഒരാളുടെ രക്തം പോലെ ആയിരിക്കുക, ബ്ലഡ്, മരിച്ചു പോയ ചത്ത മൃതശരീരത്തിലെ രക്തം മാതിരിയുള്ള വെള്ളമായി പോയിരിക്കുക. അത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാനി വരികയില്ല. കാര്യം അവർ പോകുന്നത് മഹോപദ്രവ കാലഘട്ടത്തിൽ കൂടിയാണ്. ഇവിടെ ഒരു ചെറിയ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തെ ക്വാറന്റൈൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്കറിയാം. അന്ന് ഉലകം സൃഷ്ടിച്ചതിൽ ഇതുപോലൊരു കാലം ഉണ്ടായിട്ടില്ല. അയ്യോ, അത് യാക്കോബിന് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. അവിടെ ദൈവം ഒരു മഹാദൗത്യം അവരെ ഏൽപ്പിച്ചിരിക്കുക. ഉലകത്തിന്റെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം പോയി സകല ജാതികളോടും ഈ സുവിശേഷം അറിയിക്കണം. സകല ജാതീയ ദേശത്തും ഇത് വിളംബരം ചെയ്യണം. രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്ന ഓഡിയൻസ് വേറെയാണ്, അതിന് കൊടുത്തിരിക്കുന്ന പർപ്പസ് വേറെയാണ്. ഇന്ന് നിങ്ങൾ ഇത് എടുത്തുകൊണ്ട് പ്രസംഗിച്ചു കഴിഞ്ഞാൽ കാലഘട്ടം ഏതാണ്, ഉപദേശം ഏതാണെന്നറിയാതെ കംപ്ലീറ്റ് ദൈവവചനത്തെ മനസ്സിലാക്കാതെ എന്താ പറയുന്നത്, എന്താ ഞാൻ അതിന് പറയുന്നത്, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുക. യഹൂദന്റെ ആ പദ്ധതി നിന്നുപോയി. അവർ പരിശുദ്ധാത്മാവിനെതിരെ കൂടെ ദൂഷണം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ കൈവിട്ടു. ദ ഫോൾ ഓഫ് ഇസ്രായേൽ. അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് മടങ്ങി വരുമെന്ന് അവരോട് പറഞ്ഞതാണ്. നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെ ചുറ്റി സഞ്ചരിച്ച് തീരത്തില്ല, അതിനു മുൻപായിട്ട് ഞാൻ മടങ്ങി വരും. അഫ്കോഴ്സ് അത് 7 വർഷത്തെ ഒരു കാലഘട്ടമാണ്. ദാനിയേലിനെ കാണിച്ചു കൊടുത്തു, നിനക്കും നിന്റെ ജനത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതിലെ 69 ആഴ്ചവട്ടം കഴിഞ്ഞു. കർത്താവ് അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതോട് 70-ാമത്തെ ആഴ്ചവട്ടത്തിലേക്ക് അവർ കടക്കുകയാണ്. അതിലേക്ക് കടക്കുമ്പോഴാണ് ഈ തേളും പാമ്പും വിഷകരമായത് കുടിച്ചാൽ ഹാനി വരുന്നതും അവർ ഉലകത്തെല്ലായിടത്തും പോയി ജനത്തോട് ഈ സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്യേണ്ടുന്നത്. ആ ഒരു കാര്യം അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും അവിടെ ആദ്യം രക്ഷിക്കപ്പെടണം, പിന്നെ ശമരിയയില്, പിന്നെ ഉലകത്തിന്റെ അറ്റത്തോളം പോയി എന്റെ സാക്ഷികളാകുകയും. ഒരു മഹാദൗത്യമായത്. അതിനുവേണ്ടി ഭാഷയുടെ മേൽ അധികാരം കൊടുത്തിരിക്കുക. അതാണ് അന്യഭാഷ. അവർ പറയുന്നത് കേൾക്കുന്നവർക്കെല്ലാം മനസ്സിലാകും. അവിടെ 1ഉം 2ഉം പേരൊന്നുമില്ല, 1000 ഒന്നിച്ച് സംസാരിച്ചാലും 10,000 കൂടി വന്നാലും അവർക്കെല്ലാം മനസ്സിലാകും. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ട്. നിങ്ങൾ ഈ വിഷയത്തിന് നിജസ്ഥിതി മനസ്സിലാക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാകാതെ കുരങ്ങനെ പിടിച്ചിട്ട് അതിന്റെ ചുണ്ടയിൽ ലിപ്സ്റ്റിക്കും തേച്ചിട്ട് അതിനെ കൊണ്ടുപോയി ബ്യൂട്ടി കോമ്പറ്റീഷന് കൊണ്ടുപോകുന്ന മാതിരിയാണ്. കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എത്തിച്ചേരത്തില്ല. കർത്താവിന്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കാതെ പോയി കഴിഞ്ഞാൽ കൈവിടപ്പെട്ടു പോകും. ഒരു വാർണിംഗ് ആയിട്ട് ഇതിനെ ഏറ്റെടുത്ത് ഒരിക്കൽ കൂടി ബൈബിൾ വായിക്കാൻ ഞാൻ വളരെ വിനീതമായിട്ട് നിങ്ങളോട് ഉപദേശിക്കുക. ഇവിടെ ഒരു കൃപാ കാലഘട്ടം ആരംഭിക്കുന്നു, ഒരു കൃപാ യുഗം ആരംഭിച്ചു. ദൈവം ഇസ്രായേലിനെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കൃപാ കാലഘട്ടം, അത് ഉലകത്തിൽ മറഞ്ഞിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ തന്റെ അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുക, തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുക.
കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം വായിച്ചു നോക്കണം. റോമാലേഖനം 16-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചു നോക്കണം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു നോക്കണം. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിൽ പറയുകയാണ്, ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗാഡ് വിച്ച് ഈസ് ഗിവൺ മീ ടു യുവേർഡ്, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥ. ഇവിടെ ഒരു പുതിയ കാലഘട്ടവും പുതിയ പദ്ധതിയും ആരംഭിച്ചു. അതിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. അവിടെ ദൈവം ഇസ്രായേലിനെ കൈവിട്ടിരിക്കുക. അവന്റെ ദേശം കുട്ടിച്ചോറായി പോയിരിക്കുക, കുപ്പക്കുന്നായി പോയിരിക്കുക. അവനെയും അവന്റെ ആലയവും എല്ലാം നശിപ്പിച്ചു കളഞ്ഞ് ഉലകം മുഴുവനും കാക്കി എറിഞ്ഞ കല്ല് പോലെ പോയിരിക്കുക. 1-2 നൂറ്റാണ്ടുകൾ അവർ പോയി. ഇപ്പോ ദൈവം അവരെ തിരിച്ചു വരുത്തിയിട്ടുണ്ട്. കാര്യം ദൈവിക പദ്ധതിയാണ്. ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും. അത് ദൈവവും അവരുമായിട്ടുള്ള പദ്ധതിയാണ്. എന്നാൽ ഇതിനിടയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. ഇതിനെയാണ് കൃപായുഗം എന്ന് പറയുന്നത്. ഇവിടെ ദൈവം ഒരു പദ്ധതി നമുക്ക് വേണ്ടി ആരംഭിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് പറയുന്ന ഒരു കൃപാ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നാം കൃപയാൽ രക്ഷിക്കപ്പെടുക. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ റോൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ശക്തി ലഭിച്ചിട്ട് നമ്മൾ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും രോഗശാന്തി, അത്ഭുതം, പാമ്പിനെ പിടിച്ചെടുക്കുക, ഇവിടുന്ന് മലയോട് ഇവിടുന്ന് ചാടിപ്പോവാൻ പറയുക, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ആ ഒരു കാലഘട്ടത്തിലല്ല നമ്മൾ ആയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ സൂപ്പർമാനായിട്ട് മാറുക അല്ല ഇവിടെ ചെയ്യുന്നത്. പരിശുദ്ധ ആത്മാവ് നമ്മളെ നിത്യതയ്ക്കായിട്ട് ഒരുക്കുക ചെയ്യുന്നത്. പരിശുദ്ധ ആത്മാവ് ബാപ്റ്റൈസസ് ബിലീവേഴ്സ് ഇൻ ടു ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. നമ്മളെ പരിശുദ്ധ ആത്മാവ് സ്നാനപ്പെടുത്തി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമാക്കി തീർക്കുക. മനസ്സിലാകുന്നുണ്ടോ? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ ഒത്തിരി റെഫറൻസ് എടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. For by one spirit are we all baptized into one body, whether we be Jews or Gentiles, whether we be bond or free, are we all baptized into one body എന്നാ പറയുന്നത്. മനസ്സിലായോ? പരിശുദ്ധ ആത്മാവിനാൽ നമ്മെ ബാപ്റ്റൈസ് ചെയ്ത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ഭാഗമാക്കി തീർക്കുക. അതാണ് പരിശുദ്ധ ആത്മാവിന്റെ ദൗത്യം. പരിശുദ്ധ ആത്മാവിനാൽ നമ്മളെ ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കുക. യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഇതാ പരിശുദ്ധ ആത്മാവിന്റെ ദൗത്യം. അതുപോലെ രണ്ടാമതായിട്ട് പരിശുദ്ധ ആത്മാവ് ഇൻഡ്വെൽസ് ഇൻ യു. അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരിക. നാം കർത്താവിന്റെ മരണ അടക്ക പുനരുദ്ധാനത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരിക. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കർത്താവിനെ ധരിച്ചിരിക്കുന്നു. ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിന്റെ മേലേക്ക് വരിക. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിൽ പറയുക, ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവൻ ഉള്ളവനല്ല. അതായത് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു ക്രിസ്ത്യാനിയെ അല്ലെന്ന് പറയുക. ആ ആത്മാവ് അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുക, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, മനസ്സിലായോ? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അതേ ആത്മാവ് കൊണ്ട് നമ്മുടെ ഈ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും, അതിനെ പുനരുജ്ജീവിപ്പിക്കും, അതിനെ തേജസ്സും ദൈവശക്തിയും ഉള്ളതാക്കി മാറ്റും. ഹല്ലേലൂയ. ഇങ്ങനെ പരിശുദ്ധ ആത്മാവാൻ ദൈവത്തിന്റെ റോൾ മാറിയിരിക്കുക ഈ കൃപായുഗത്തിൽ. ഒന്ന്, നമ്മളെ ബാപ്റ്റൈസ് ചെയ്ത് ദൈവസഭയുടെ ഭാഗമാക്കി തീർക്കുക. 2, നമ്മുടെ ഉള്ളിൽ വസിക്കുക, നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുക. 3-ാമതായിട്ട് നമ്മളെ വീണ്ടെടുപ്പിൻ നാളിനായിട്ട് മുദ്രയിട്ട് സൂക്ഷിക്കുക. നമ്മൾ ഒരിക്കൽ ആ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് സീൽസ് യു ടിൽ ദ ഡേ ഓഫ് റിഡംഷൻ. ആ അന്ത്യനാൾ വരെ നമ്മളെ ദൈവം പരിശുദ്ധ ആത്മാവിനാൽ മുദ്രയിടുക. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഹല്ലേലൂയ. നിങ്ങള് ഈ കാര്യങ്ങളെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് തെറ്റിപ്പോവും. ചുമ്മാതെ അന്യഭാഷ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ കാലഘട്ടത്തിൽ അന്യഭാഷ ഇല്ലേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇവിടെ മറഞ്ഞിരുന്ന ഒരു പദ്ധതി ഇവിടെ റിവീൽ ആകുക. ഇവിടെ ആർക്കും എന്താണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പദ്ധതി എന്ന് അറിയത്തില്ല. അത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ഒരു പദ്ധതിയാണ്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞിരുന്നിട്ട് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ലെറ്റ് മീ ഷോ യു ദാറ്റ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ തന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുക.
ഇതാണ് ഈ കാലഘട്ടത്തിലെ പദ്ധതി, ദൈവസഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. ഒത്തിരി വാക്യങ്ങൾ നമ്മളെ ശ്രദ്ധിക്കുന്നവർക്കറിയാം, ഇതിനു മുൻപുള്ള പഠനങ്ങളിൽ നിന്നും എങ്ങനെയാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്, എന്താണ് പരിശുദ്ധ ആത്മസ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയമെല്ലാം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി സ്നാനം എന്താണ്, സത്യത്തിൽ എന്താണ് ക്രിസ്തീയ സ്നാനം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരിക, ഇവിടെ എന്താ പറയുന്നത്, മറഞ്ഞിരുന്ന ഒരു പദ്ധതി റിവീൽഡ് ആവുക. ഇവിടെ ഒരുത്തർക്കും അത് എന്താണ് പദ്ധതി എന്ന് അറിയത്തില്ല. അത് അറിയിക്കുവാനായിട്ടും അത് റിവീൽ ചെയ്യുവാനായിട്ടും ദൈവം ഒരാളെ വിളിക്കുക. അതാണ് അപ്പോസ്തലനായ പൗലോസ്. പോളിൽ കൂടി സ്വർഗത്തിൽ അന്നു മുതൽ അനാദി നിർണയത്തിന് മുമ്പേ ദൈവം മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതി വെളിപ്പെടുത്തുക. ആ പദ്ധതി ദൈവവുമായിട്ട് സംസാരിക്കുക. ദൈവവുമായിട്ട് സംസാരിക്കുമ്പോൾ അന്യഭാഷ, അതായത് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. പൗലോസ് അപ്പോസ്തലൻ അന്യഭാഷയിൽ സംസാരിച്ചിരുന്നു ഈ കൃപായുഗത്തിൽ. കാര്യം സ്വർഗത്തിൽ മറഞ്ഞിരുന്ന ആ ഒരു സ്വർഗീയ പദ്ധതി അത് ആർക്കറിയാം? ഒരു മനുഷ്യനും അറിയത്തില്ല. ഗബ്രിയേലിന് അറിയത്തില്ല, മിഖായേലിന് അറിയത്തില്ല, സാത്താന്റെ ദൂതന്മാർക്ക് അറിയത്തില്ല, ഒരുത്തർക്കും അറിയത്തില്ല. ഹാഡ് ദേ നോൺ ഇറ്റ് they would not have crucified the Lord of glory. അറിഞ്ഞിരുന്നുവെങ്കിൽ, സാത്താൻ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ക്രൂശ് നടക്കുവാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു എന്നാ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതിയാണ്. അതാണ് ഈ കാലഘട്ടത്തിലെ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ. അവിടെ പൗലോസ് അപ്പോസ്തലന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് അദ്ദേഹം 13 ലേഖനങ്ങളിൽ കൂടി എഴുതി നമ്മളെ അറിയിച്ചിരിക്കുക. റോമ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെയുള്ള കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ദൈവിക പദ്ധതിയാണ്. അത് ദൈവം പൗലോസ് അപ്പോസ്തലനുമായിട്ട് സംസാരിക്കുക. പോൾ ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷ, ഈ വിഷയത്തിന്റെ ഒരു റെവലേഷൻ തനിക്ക് ലഭിക്കുക. എന്നാൽ ഒരാളിൽ കൂടെ മാത്രമല്ല, ദൈവസഭയിൽ ആ ദൈവവചനത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടും അനേക സ്ഥലങ്ങളിലേക്ക് അത് പടരുവാൻ വേണ്ടിയിട്ട് ദൈവം സഭയിൽ 5 ഉദ്യോഗങ്ങളാക്കി വെക്കുക. അവർക്കെല്ലാവർക്കും ഈ അന്യഭാഷകളിലൂടെ സംസാരിക്കാനുള്ള വരം ദൈവം കൊടുക്കുക. ആ 5 ഉദ്യോഗങ്ങളാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്ന 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നത്. ലെറ്റ് മീ പ്രൊജക്ട് ദാറ്റ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചു. ഈ 5 തസ്തികകളാണ്. ചിലരെ അപ്പോസ്തലന്മാരായിട്ട്, ചിലരെ പ്രോഫറ്റ്സ് ആയിട്ട്, ചിലരെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട്, ചിലരെ പാസ്റ്റേഴ്സ് ആയിട്ടും ടീച്ചേഴ്സ് ആയിട്ടും നിയമിച്ചു. ഈ 5 തസ്തികകൾ നിയമിച്ചത് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു എന്ന്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ആത്മീക വർധനയ്ക്ക് താപ്പോട്ട് വായിച്ചാൽ നമുക്ക് കാണാം, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരണം. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴിലുന്ന ശിശുക്കളെ പോലെ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. ഈ സത്യം ദൈവസഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ദൈവം 5 ഉദ്യോഗങ്ങൾ കൽപ്പിച്ചാക്കുക. ഇതിലെ 1ഉം 2ഉം ഉദ്യോഗം നമ്മൾ 11ാമത്തെ വാക്യം കണ്ടു. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും, അവരിൽ കൂടി ദൈവം ഈ വിഷയം ദൈവസഭയ്ക്ക് വീണ്ടും വെളിപ്പെടുത്തുക. അതാണ് ഈ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും കണ്ടോ, 1, 2 തസ്തികയായി അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടു. ഇത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ ശുശ്രൂഷയിൽ 12 അപ്പോസ്തലന്മാർക്ക് പറഞ്ഞു കൊടുത്ത കാര്യമല്ല ഈ പറയുന്നത്. ദൈവം ഈ സഭയിൽ ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷയാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഈ ശുശ്രൂഷ അവർക്ക് വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ ഇതിനു മുൻപ് ആർക്കും അറിയായി വന്നിരുന്നില്ല. ഇവരിൽ കൂടി ഈ വിഷയം ലോകത്തിന് വെളിപ്പെടുത്തുക. ഞാൻ അല്പം ഫാസ്റ്റ് ആയിട്ട് പോവാം, നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങൾ, റീസണബിൾ സംശയങ്ങൾ കമന്റിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് മറുപടി കൊടുക്കുവാൻ ക്ലിയർ ആക്കി തരാം, എന്തെങ്കിലും സംശയങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് എഫേഷ്യൻസ് 2:20 പറയുന്നത്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. കാര്യം ഇവരിൽ കൂടി ഇത് ദൈവസഭയ്ക്ക് ദൈവം വെളിപ്പെടുത്തുക.
അപ്പോസ്തലന്മാരിൽ കൂടി പ്രവാചകന്മാരിൽ കൂടി. അത് ദൈവം ദൈവസഭയിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്നതും ആത്മാവിനാൽ ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നതുമായ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. അത് 12 അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാരുടെ കാര്യമേ അല്ല ഈ പറയുന്നത്. കൃപായുഗത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയിൽ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന 2 ശുശ്രൂഷകന്മാരുടെ കാര്യമാണ്. ഇത് ദൈവസഭയിൽ സംസാരിക്കുക, അവര് ദൈവാത്മാവിലായിട്ട് ദൈവത്തോട് സംസാരിക്കുക. അതുകൊണ്ടാണ് ഈ വാക്യങ്ങളെ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. കൊരിന്ത്യർ ലേഖനത്തിന്റെ 14-ാമത്തെ അധ്യായം, 1 കൊരിന്ത്യർ 14-ാം അധ്യായം, അതിന്റെ 2-ാം വാക്യം എന്താണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക. 1 കൊരിന്ത്യർ 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നത്, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്കിത്? ഒരു കാലഘട്ടത്തിൽ അന്യഭാഷ ഉണ്ടായിരുന്നു, അത് യഹൂദനോട് കൊടുത്തിരുന്നത്. അത് അവൻ ഉലകമെമ്പാടും പോയി അവന്റെ സഹോദരങ്ങളോട് അറിയിക്കുവാൻ വേണ്ടിയിട്ട്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പ്രസംഗിക്കണം. അത് മനുഷ്യനോട് സംസാരിക്കുന്ന ഭാഷയാണ്, ഹൊറിസോണ്ടലാണത്. ഇത് വെർട്ടിക്കലാണ്, ഇത് മനുഷ്യന് മനസ്സിലാകത്തില്ല. ഇത് ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. കാര്യം ദൈവം സ്വർഗത്തിൽ മറച്ചു വെച്ചിരുന്ന ഒരു സ്വർഗീയ പദ്ധതി മനുഷ്യന് വെളിപ്പെടുത്തുകയാണ്. അത് വെളിപ്പെടുത്താൻ തക്കവണ്ണം പൗലോസിൽ കൂടെ സംസാരിക്കുകയും അതിനുശേഷം ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും സഭയിൽ കൽപ്പിച്ചാക്കുകയാണ്. അവരിൽ കൂടി ഈ വിഷയം വെളിപ്പെടുത്തുക. ആ മർമ്മം ഇപ്പോൾ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടിരിക്കുന്നു. നമ്മളിപ്പം വായിച്ച വാക്യമാണ്. ആ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുക. 1 കൊരിന്ത്യർ 14:2 പറയുക, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല. 1-ാമത്തെ അന്യഭാഷ നിങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ മനുഷ്യരോട് സംസാരിക്കുന്നത്. വരുന്നവർക്കെല്ലാം അത് മനസ്സിലാകും, അവരോട് സംസാരിക്കുക, രക്ഷിക്കപ്പെടാൻ അവരോട് പറയുന്നതാണ്. ഇത് മനുഷ്യരോടല്ല ദൈവത്തോട് അത്ര സംസാരിക്കുന്നു. കാര്യം ഇത് ദൈവം ഒരു സ്വർഗീയ പദ്ധതി മറഞ്ഞിരുന്നത് മനുഷ്യന് വെളിപ്പെടുത്തുകയാണ്. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. മിസ്റ്ററിയാ സംസാരിക്കുന്നത്. For he hath speaketh in an unknown tongue, speaketh not unto man, but unto God. For no man understandeth him. Howbeit in the spirit he speaketh mysteries. മർമ്മങ്ങളെ, മറഞ്ഞിരുന്ന സ്വർഗീയ സത്യങ്ങളെയാണ് ഈ മിസ്റ്ററീസ് എന്ന് പറയുന്നത്. എന്താണ് ഈ മിസ്റ്ററി എന്ന് പറഞ്ഞാൽ? 2-ാം അധ്യായം 7-ാം വാക്യം വായിച്ച് കേൾപ്പിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ച് കേൾപ്പിക്കാം. ശ്രദ്ധിച്ചേ. ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. എന്താണ് മർമ്മം എന്ന് പറയുക? അത് ദൈവം ഉലകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി, കാര്യം നാം തേജസ്സിൽ കർത്താവിനോടൊപ്പം നിത്യം വസിക്കാൻ യുഗായുഗം സ്വർഗത്തിൽ വാഴുവാൻ പോവുകയാണ്. ആ തേജസ്സിന്റെ ലെയറുകളായിട്ട് ദൈവം നമ്മളെ അണിയിച്ചൊരുക്കി നാം നിത്യം സ്വർഗത്തിൽ വാഴാൻ പോവുകയാണ്. നമ്മുടെ തേജസ്സിനായിട്ട് മുൻ നിയമിച്ചതായിരുന്നുവെങ്കിലും അത് മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ദൈവിക പദ്ധതിയാ, ദൈവിക ജ്ഞാനം അത്രേ മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്നു. ഈ മർമ്മമാ ഞാൻ ഇപ്പൊ കാണിച്ചത് 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടത്. 1 കൊരിന്ത്യർ 14-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം അവിടെ പറയുന്ന, അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല സംസാരിക്കുന്നത്, ദൈവത്തോട് അത്രേ സംസാരിക്കുന്നു. ആരും തിരിച്ചറിയുന്നില്ല, ഒരു മനുഷ്യനും അത് മനസ്സിലാകത്തില്ല, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ഹോപ്പ് യു ആർ വിത്ത് മീ. ക്രിസ്റ്റൽ ക്ലിയർ ആയ വിഷയം, ഒരു കൺഫ്യൂഷന്റെ ആവശ്യമില്ലാത്ത വിഷയമായത്. ഇവിടെ ഞാൻ ചില വാക്യങ്ങളോടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. എനിക്കൊരല്പം കൂടെ പറഞ്ഞ് ഈ വീഡിയോ അധികം ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കണമെന്നുണ്ട്. സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഷയം നമുക്ക് വീണ്ടും സംസാരിക്കാം, കൂടുതൽ ക്ലാരിഫൈ ചെയ്ത് തരുവാനായിട്ട് കഴിയും. ഇവിടെ എത്ര പേർക്ക് ഈ അന്യഭാഷ പറയാൻ പറ്റും? ഇതിന്റെ 14-ാമത്തെ വാക്യത്തിൽ തന്നെ കണ്ട് അവിടെ അതിന്റെ 13-ാമത്തെ വാക്യം ഞാനൊന്ന് പ്രൊജക്ട് ചെയ്യാം. 14:13. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനവരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. വ്യാഖ്യാനവരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുക. ഇവിടെ അന്യഭാഷയിൽ ആരെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വ്യാഖ്യാനവരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ അവൻ പറയുന്നത് ആർക്കും മനസ്സിലാകത്തില്ല. കാര്യം ഇത് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയല്ല, ദൈവത്തോട് സംസാരിക്കുന്ന ഭാഷയാണ്. മറ്റേത് പെന്തക്കോസ്ത് നാളിൽ അവർക്ക് ലഭിച്ചത് മനുഷ്യനോട് സംസാരിക്കുന്നതാ, ഹൊറിസോണ്ടലാ. ഇത് വെർട്ടിക്കലാ. അതിന്റെ പർപ്പസ് ഭാഷയുടെ മേൽ അധികാരം ഉലകമെമ്പാടും പോയി സകല ജാതിയോടും ഈ സുവിശേഷം അറിയിക്കാണ്. എന്നാൽ ഇതിന്റെ പർപ്പസ് അതല്ല, ഇത് സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ മർമ്മങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തുക.
അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നതിന് വ്യാഖ്യാനപരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. സഭയിൽ ഒരുത്തൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ ദൈവവുമായിട്ട് സംസാരിച്ച് അവൻ ആത്മീക വർധന ഉണ്ടാകുക. അത് മറ്റുള്ളവന് മനസ്സിലാകത്തില്ല. മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അത് വ്യാഖ്യാനിക്കണം. അവിടെ ആരും വ്യാഖ്യാനി ഇല്ലായിരുന്നു. 120 പേർ ഒന്നിച്ചു പറയുക. വന്നുകൂടി ആയിരക്കണക്കിന് ആൾക്കാർക്ക് അത് മനസ്സിലായി. 3000 പേർ അത് മനസ്സിലായിട്ട് അന്ന് തന്നെ സ്നാനപ്പെട്ടു, സഭയോട് ചേർന്നു. ഇവിടുത്തെ പർപ്പസ് വേറെയാ. ആ സഭയല്ല ഇത് ബോഡി ഓഫ് ക്രൈസ്റ്റാ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവർ വ്യാഖ്യാനപരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന എൻ്റെ ബുദ്ധിയോ അബലമാകുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഓരോ വാക്കുകളും കാണിച്ച് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ടതാണെങ്കിൽ ഞാൻ അല്പം ഫാസ്റ്റായിട്ട് പോവുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരാം. 18-ാമത്തെ വാക്യം. നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പോൾ പറയുക, ഞാൻ ഡെയിലി നിരന്തരം കർത്താവുമായിട്ട് സംസാരിക്കുന്നു. കാര്യം സ്വർഗത്തിൽ നിന്ന് ദർശനങ്ങളിലും വെളിപ്പാടുകളിലും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്ത് ഈ വിഷയം വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് ഈ 13 ലേഖനങ്ങളിൽ കൂടി എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതിനൊരു രേഖയില്ലായിരുന്നു. ഇത് മറഞ്ഞിരുന്ന മർമ്മമാണ്. മറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഖായേലിനും അറിയത്തില്ല, ഗബ്രിയേലിനും അറിയത്തില്ല, ഒരു പുരോഹിതനും വെളിപ്പെടുത്തിയിട്ടില്ല, ഒരു പ്രവാചകനും ഇതിനെക്കുറിച്ച് പ്രവചിച്ചിട്ടില്ല, ഒരു പിതാക്കന്മാർക്കും ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഹിഡൻ ഗോഡ്. ആ ഒരു പദ്ധതിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അതിനെ ആ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ദൈവസഭ, അത് കർത്താവിന്റെ കാൽവറി ക്രൂശിലൂടെ ഒഴുകിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവജനമാണ്. ഇവിടെ 18-ാമത്തെ വാക്യത്തിൽ പറയും, നിങ്ങളിൽ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകൾ സംസാരിക്കുന്നു. ഓഫ് കോഴ്സ് നിങ്ങളും അങ്ങനെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും ദൈവവുമായിട്ട് സംസാരിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഇന്ന് നമുക്ക് ഓപ്പണാണ്. എങ്കിലും സഭയിൽ 10,000 വാക്ക് അന്യഭാഷയിൽ സംസാരിക്കുന്നതിനേക്കാൾ അധികം മറ്റുള്ളവരെയും പഠിപ്പിക്കേണ്ടതിന് ബുദ്ധി കൊണ്ട് 5 വാക്ക് പറയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. സഭയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ അന്യഭാഷകൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആത്മീക വർധന വരുന്നു, നിങ്ങൾ ദൈവമായിട്ട് സംസാരിക്കുക, ദാറ്റ്സ് ഫൈൻ. പക്ഷെ അത് വെളിയിൽ ഉറക്കെ സംസാരിച്ചു കഴിയുമ്പോഴത്തേനും മറ്റുള്ളവനൊന്നും മനസ്സിലാകത്തില്ല. മറ്റുള്ളവനൊരു ബർബറിനെ പോലെ ആയിപ്പോവും. അവനൊന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവനോട് മനസ്സിലാകുന്ന രീതിയിൽ ഒരു 5 വാക്ക് തെളിവുള്ള ഭാഷയിൽ പറയുന്നതാണ് അന്യഭാഷയിൽ സഭയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒച്ചപ്പാടുണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് പോൾ പറയുക. Christ died for our sins. 5 വാക്ക. നിങ്ങൾ ഇത് ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് മറ്റുള്ളവർ മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ 10,000 വാക്കിൽ അന്യഭാഷ ഒരുത്തിനും മനസ്സിലാകാത്ത കാര്യം പറയുന്നതിനേക്കാൾ സഭയ്ക്ക് അഭിവൃദ്ധി തെളിവുള്ള ഭാഷയിൽ പറയുന്നതാണ്. നിങ്ങളുടെ ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടി നിങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കാം. ഇവിടെ 22-ാമത്തെ വാക്യം കാണിക്കാം. 22-ാമത്തെ വാക്യത്തിൽ പറയാം, അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് അത്രേ. എന്താ മനസ്സിലായത്? എന്താ പറയുന്നതെന്ന്? അന്നത്തെ അവിശ്വാസികൾ എന്ന് പറയുന്നത് യഹൂദന. കാര്യം അവൻ ഇത് വിശ്വസിക്കത്തില്ല. അവൻ തലയെ കൈവച്ച് വണ്ടർ അടിച്ച് നടക്കുക. ഇവരെന്തുവാ ഈ കാട്ടിക്കൂട്ടുന്നതെന്ന് ചോദിച്ചിട്ട് അവർക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്തൊക്കെയോ പറയുന്നു. നമ്മൾ കൊന്നുകളഞ്ഞ ആളാണ് യേശുക്രിസ്തു, യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ട് അവന്റെ പേരിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അവര് അത്ഭുതപ്പെട്ടാണ് ഇവരെ കാണുന്നത്. അവരെയാണ് ഈ അവിശ്വാസികൾ എന്ന് പറയുന്നത്. ഇവിടെ പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പാകത്തിന് അതൊരു അടയാളമായിട്ട് മാറുക. അതാ ഈ പറയുന്നത്. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് സഭയിലുള്ള വിശ്വാസികൾക്കല്ല, മറിച്ച് അവിശ്വാസികൾക്കാണ്. അത് യഹൂദന്. പ്രവചനമോ അവിശ്വാസിക്കല്ല, വിശ്വാസിക്ക് തന്നെ. മനസ്സിലായോ? അവിശ്വാസി എന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കാതെ നടക്കുന്ന യഹൂദന. ഈ മാർഗത്തിലേക്ക് വന്നിരിക്കുന്നവരെ, അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ ജാതികളുടെ ഇടയിൽ ഈ സുവിശേഷം പറഞ്ഞ ജാതിയരെല്ലാം ഇതിൽ വിശ്വസിച്ച് ഈ ഒരു വലിയ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ അന്യഭാഷകളിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ അതൊരു അടയാളമായിട്ട് തീരുന്നത് യഹൂദന, അവിശ്വാസിക്ക. ആ വിഷയമാണ് ഈ പറയുന്നത്. അടുത്ത വാക്യം, സഭയൊക്കെ ഒരുമിച്ച് കൂടി എല്ലാവരിലും അന്യഭാഷകൾ സംസാരിക്കുന്നെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയുകയില്ലയോ? നിങ്ങൾ അതുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയല്ല ഇത്. പ്ലീസ്, ഇത് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഭാഷ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ എഴുതി തന്നിരിക്കുന്ന ലേഖനങ്ങൾ, 13 ലേഖനങ്ങളിൽ കൂടി കൃപായുഗത്തിന്റെ ദൈവിക വ്യവസ്ഥ എന്താണ്, ഗ്രേസ് ഗോസ്പൽ എന്താണ്, കർത്താവിന്റെ കാൽവറിയിലൂടെ തുറന്ന രക്ഷാ പദ്ധതി എന്താണ് നമ്മുടെ എന്താ പറയുന്നത് ശുദ്ധീകരണവും വീണ്ടെടുപ്പും, നമ്മുടെ നീതീകരണവും
നമ്മുടെ വിശുദ്ധീകരണവും നമ്മുടെ റെക്കൺസിലിയേഷനും നമ്മുടെ ഗ്രേസ് ഗോസ്പലും കർത്താവിന്റെ കാൽവറിയിലൂടെ ഒഴുകിയ രക്തത്തിന്റെ മഹിമയും ഒക്കെ എന്താണെന്നാണ് 13 ഗോസ്പൽ എഴുതിയിരിക്കുന്നത്. ആ ഗോസ്പൽ മുഴുവനും ക്രൂശിലൂടെ ഒഴുകിയ രക്തവും അതിന്റെ മഹത്വവുമാണ്. അത് എഴുതിയിരിക്കുന്നതും അത് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നതും ഈ അന്യഭാഷകളിൽ കൂടി അവർ ദൈവത്തോട് സംസാരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 27, 28 വാക്യങ്ങൾ കൂടെ കാണിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് മാറാം. 27ാമത്തെ വാക്യത്തിൽ പറയാം, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടു പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. ഇങ്ങനായിരുന്നോ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നടന്നത്? 120 പേർ ഒന്നിച്ച് സംസാരിക്കുക, 10,000 കണക്കിന് ആൾക്കാർ വന്നുകൂടിയിരിക്കുക, കേൾക്കുന്നവർക്കെല്ലാം അവരവരുടെ ഭാഷയിൽ കേൾക്കുക. എത്ര വ്യാഖ്യാനം ഉണ്ടായിരുന്നു അവിടെ? ഒരു വ്യാഖ്യാനവുമില്ല. അവിടെ വ്യാഖ്യാനത്തിന്റെ ആവശ്യവുമില്ല. കാര്യം അവരവർ പറയുന്നത് മറ്റുള്ളവർക്ക് അവന്റെ ഭാഷയിൽ കേൾക്കുകയും എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുക. അതിന്റെ പർപ്പസ് അതായിരുന്നു. അവരൊരിടത്ത് പോയി സുവിശേഷം പറഞ്ഞാൽ അവന് മനസ്സിലാകണം, അതിനാ ഭാഷ മേൽ അധികാരം കൊടുത്തിരുന്നത്. എന്നാൽ ഈ അന്യഭാഷ അതല്ല. ഇത് കൃപായുഗവും ഇവിടുത്തെ അന്യഭാഷ ദൈവത്തോട് സംസാരിക്കുന്നതുമാണ്. ഇവിടെ 2 അല്ലെങ്കിൽ ഏറിയാൽ 3 പേര്, അല്ലെങ്കിൽ ചുമ്മാ കലവലയായി പോവും, ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടെന്ന് പറയും വരുന്നവര്. അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. അവരത് വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ നന്മകളുടെ മഹിമ അവരറിഞ്ഞിട്ട് അവർ ആർത്തുല്ലസിച്ച് കർത്താവിൽ സന്തോഷിക്കുക. ആദ്യകാല സഭകൾ അങ്ങനെ ദൈവത്തെ ആരാധിച്ചിരുന്നത്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ദൈവം ഇത് വെളിപ്പെടുത്തി കൊടുത്തിരുന്ന ഒരു കാലമുണ്ട്. വ്യാഖ്യാനി ഇല്ല, ഞാൻ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. വായ അടച്ചു വെക്കാനല്ല പറയുന്നത്, സംസാരിച്ചോ, ദൈവത്തോടും തന്നോടും സംസാരിച്ചോ. കാര്യം ഇത് ദൈവവുമായിട്ട് സംസാരിക്കുന്നതാ, അത് താങ്കൾക്ക് ആത്മീക അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാ. എല്ലാം ശരിയാ, കാര്യങ്ങളെല്ലാം കറക്റ്റാ. പക്ഷെങ്കിൽ ഇത് കൊടുത്തിരുന്ന ഒരു കാലഘട്ടവും കൊടുത്തിരുന്ന ഒരു പർപ്പസും ഉണ്ട്. ആ പർപ്പസ് നിന്നു പോയി കഴിയുമ്പോൾ ഇത് നിന്നു പോകും, മാറിപ്പോകും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 14-ാം അധ്യായമാണ് നമ്മൾ ഈ വായിക്കുന്നത്. 13-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം കാണിക്കാം. അവിടെ പറയുക, സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ ഭാഷാപരം മാത്രമാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് അതിനെ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ബാക്കിയുള്ളതും സംസാരിക്കണമെന്ന വിഷയങ്ങളാണ്, പക്ഷെ ഇന്നത്തെ സബ്ജക്റ്റ് അല്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക. ഭാഷാപരമോ അത് നിന്നു പോകും. ഇത് നിന്നു പോകുന്ന തിരുവചനം നമ്മളോട് പറയുക. കൊടുത്തതിനൊരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് പൂർണ്ണമായി കഴിയുമ്പോൾ ഇത് നിന്നു പോകും. കൊടുത്തിരുന്ന പർപ്പസ് ഇത് പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. ഇത് പൂർണ്ണമാക്കുക എന്ന് പറയുമ്പോഴത്തേനും മത്തായും മർക്കോസ് ലൂക്കോസും പിന്നെ ഇത് എഴുതിയിരിക്കുന്ന പത്രോസും യോഹന്നാനും യാക്കോബും എബ്രായ ലേഖനവും അതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന പൗലോസ് അപ്പോസ്തലനോട് എഴുതിയ ഈ 13 ലേഖനത്തിന്റെ കാര്യമാണ്. റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ഈ ലേഖനം വരെ, ഈ ലേഖനങ്ങൾ, ഈ 13 ലേഖനങ്ങൾ കൃപായുഗ ലേഖനങ്ങളാണ്. കൃപായുഗത്തിൽ ഒരു വിശ്വാസി രക്ഷിക്കപ്പെടുവാനുള്ള അവന്റെ രക്ഷാ പദ്ധതി പറഞ്ഞിരിക്കുന്ന ഈ ലേഖനത്തിലാണ്. ഇത് മുഴുവനും യഹൂദന് കൊടുത്തിരിക്കുന്ന തനാക്ക 1 മുതൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ. അതിനുശേഷമുള്ള മത്തായി മർക്കോസ് ലൂക്കോസ് യോഹന്നാൻ അവരോട് സംസാരിച്ചിരിക്കുന്ന അവരുടെ പ്രവചന നിവർത്തിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലോകത്തിലെ ശുശ്രൂഷ അവരുടെ ഇടയിൽ വന്ന് നിവർത്തിച്ചിരിക്കുന്നതിന്റെ നിവർത്തീകരണമാണ്. റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയിരിക്കുന്ന ലേഖനം വരെ ദൈവം സ്വർഗത്തിൽ നിന്നും പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വേർതിരിച്ച് ഈ കൃപായുഗ ശുശ്രൂഷ ആരംഭിച്ച് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന സ്വർഗീയ സത്യങ്ങളാണ്. ആ കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന ആ ലേഖനങ്ങളിലാണ് നമ്മുടെ രക്ഷാ പദ്ധതി, ഗ്രേസ് ഗോസ്പൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ക്രൂശിന്റെ മഹത്വം, എന്തിന് കർത്താവ് കാൽവറിയിൽ ക്രൂശിതനായി, ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിന്റെ മഹിമ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ആ 13 ലേഖനത്തിലാണ്. അത് എഴുതി തീർന്നു കഴിയുമ്പോൾ ഭാഷാപരം നിന്നു പോകും. അത് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഭാഷയാ. അത് സംസാരിച്ചു, അത് ദൈവം കൊടുത്തു. അത് 13 ലേഖനങ്ങളിലായിട്ട് എഴുതി 2-ാം തിമത്തിയോട് എഴുതി കഴിഞ്ഞ് പേന താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായി. അത് ഇന്ന് പൂർണ്ണമാ. ഇനിയും താങ്കൾക്ക് ഇതിനകത്തിൽ നിന്ന് പുതുതായിട്ടൊന്നും ലഭിക്കാനില്ല. ദിസ് ഈസ് കംപ്ലീറ്റ്. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഹിസ് വേർഡ് ഈസ് ഓൾസോ കംപ്ലീറ്റ്. ഇവിടെ പുതുതായിട്ട് ഇനിയും താങ്കൾ അന്യഭാഷയിൽ കൂടെ സംസാരിച്ച് പുതുതായിട്ട് കിട്ടിയിട്ട് ഇതിനകത്തിൽ ചേർക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് പൂർണ്ണമാ. അപൂർണമായിട്ടുള്ള ഒരു ബൈബിൾ അല്ല നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത്. അടുത്ത വാക്യം, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. യെസ്, അന്ന് ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവർ സംസാരിക്കുന്നതിന്റെ ഒരു പൂർണ്ണ രൂപമല്ല.
നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല. ഈ പൂർണ്ണമായി വന്നു കഴിയുമ്പോൾ അംശമായത് നീങ്ങിപ്പോകുമെന്ന് പറയുന്നത്, പൂർണ്ണമായതെന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലനോട് ലഭിച്ചിരിക്കുന്ന കൃപായുഗ 13 ലേഖനങ്ങളുടെ കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അപ്പം പോളിന്റെ മരണശേഷമാണല്ലോ വെളിപ്പാട് പുസ്തകം എഴുതിയത്. എൻ്റെ പൊന്നു സഹോദരൻ, വെളിപ്പാട് പുസ്തകവും ഈ കൃപായുഗത്തിന്റെ കാര്യമല്ല പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ, അതായത് ആ പീഡന കാലത്തിൽ കൂടെ അവർ കടക്കുമ്പോൾ അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ലേഖനങ്ങളും കാര്യങ്ങളും ആ കാലഘട്ടത്തിലെ സഭകളെയും ആ പുസ്തകങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത്. റോമാ ലേഖനം മുതൽ ഫിലമോൻ എഴുതിയ ലേഖനം വരെ ഈ കൃപായുഗ കാലഘട്ടത്തിലെ രക്ഷാ പദ്ധതിയാണ്. അതിനു മുൻപുള്ള സകല പുസ്തകങ്ങളും യഹൂദന്റെ രക്ഷയ്ക്ക് വേണ്ടി രാജ്യത്തിന്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്നതും ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗീയ ദൈവിക പദ്ധതികളുമാണ്. കാര്യങ്ങളെ വേണ്ടുന്നത് പോലെ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെ റൈറ്റ് ഡിവിഷൻ എന്താണെന്ന് അറിയാതെ ഒരർത്ഥമില്ലാതെ പല കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഒരു നാൾ കർത്താവിന്റെ കാഹളം ധ്വനിക്കും, ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾ കൈവിടപ്പെട്ടു പോകും. ആത്മഭാരത്തോടാ പറയുന്നത്. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അന്ന് അറിഞ്ഞിരുന്നത് അംശമായിട്ട്, അല്പമായിട്ട് അറിഞ്ഞിരുന്നു, അല്പമായിട്ട് നമ്മൾ അത് പറയുന്നത്, ആ സഭയിൽ പറയുന്നത്. അതെല്ലാം കൂടെ മുഴുവനായിട്ട് എഴുതി കയ്യിൽ തന്നിരിക്കുക. അടുത്ത വാക്യം, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോവും. ഇത് പൂർണ്ണമായി കഴിഞ്ഞു. ഈ 13 ലേഖനങ്ങളും പൂർണ്ണമായി കഴിഞ്ഞു. ദൈവരാജ്യത്തിന്റെ ഉപദേശം പൂർണ്ണമായിട്ട് എഴുതി കൈ തന്നിരിക്കുക. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലുള്ള സകല സുവിശേഷവും ഇതിൽ എഴുതിയിട്ടുണ്ട്. പൂർണ്ണമായത് വന്നു കഴിഞ്ഞപ്പോൾ അംശമായത് നീങ്ങിപ്പോവും. അന്ന് നമ്മൾ അല്പമായിട്ട് അറിഞ്ഞിരുന്നു, എന്നാൽ പൂർണ്ണമായത് വന്നിരിക്കുക. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. അന്ന് എനിക്ക് അത്രമേ അറിവുള്ളായിരുന്നു. ഏകദേശം 25-30 വർഷം കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇത് വെളിപ്പെടുന്നത്. രണ്ടാമത്തെ കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ 25 വർഷം കഴിഞ്ഞ് തന്നെ വിളിച്ചിട്ട് അന്നും പറയുന്നത്, ഞാൻ വെളിപ്പാടിന്റെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ഒരു ശൂലം തന്നിരിക്കുന്നു. അന്നും ഞാൻ ദിവസവും ദർശനങ്ങളിൽ കർത്താവിന്റെ ആലോചനകൾ കേൾക്കുന്നു. ആ ഒരു 10-30 വർഷം കൊണ്ട് എഴുതി തന്നിരിക്കുന്ന 13 ബുക്കുകളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഉപദേശം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു. അന്ന് എനിക്ക് അധൂരായ അറിയത്തുള്ളായിരുന്നു. ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ഉള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇന്ന് ഞാൻ ഒരു പൂർണ്ണ മനുഷ്യന്. എനിക്കൊരു കംപ്ലീറ്റ് റെവലേഷൻ ഇന്ന് ലഭിച്ചിരിക്കുക. ദൈവം സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സകല ദൈവിക പദ്ധതികളും ഇന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുക. ഇന്ന് പൂർണ്ണമായി ഒരു പൂർണ്ണ മനുഷ്യനായിരിക്കുക. ഞാൻ പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു. ഇപ്പോഴും ഞാൻ കോറയ്ക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അടുത്ത വാക്യം, ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇവിടെ ഇതിനെയൊക്കെ ഇങ്ങനെ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉപജ്ഞാതാക്കൾ അല്ലെങ്കിൽ ഈ അന്യഭാഷ ഇന്നും ഉണ്ട് എന്ന് പറഞ്ഞ് അത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഇത് കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ചാണ് പറയുന്നത്. ഒരിക്കലും അല്ല. ഇവിടെ പറയുന്നത് ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു എന്ന് പറയുന്നത് ശരിക്കും ആ കാലഘട്ടത്തിൽ അന്ന് ഗ്ലാസ് ഇല്ല, മിറർ ഇല്ല. നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കാണുന്ന പോലെ നമ്മളെ കാണത്തില്ല. അതിനുവേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ഒരു പ്രത്യേക അലോയി, അല്ലെങ്കിൽ ഈ ആറുമുളൽ കണ്ണാടി എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക അലോയിയാണ്. അതിന് മുന്നിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഭാഗികമായിട്ട് നമ്മൾ ഒരു രൂപമായിട്ട് കാണാൻ പറ്റും. അതിനെ പറയുന്നത് ഇന്ന് നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. അതായത് നമുക്കൊരു പൂർണ്ണ പിക്ചർ ലഭിച്ചിട്ടില്ല ആ കാലഘട്ടത്തിൽ. പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ അംശമായത് മാറിപ്പോകും. ഈ വിഷയത്തിനെ കുറിച്ചുള്ള ഒരു പരിപൂർണ രൂപം നമുക്ക് ലഭിച്ചിട്ടില്ല. അത് സ്വർഗത്തിൽ മറഞ്ഞിരുന്നതാ. അത് അന്ന് വരെ ഉണ്ടായിരുന്ന ഉപദേശങ്ങൾക്ക് എതിരാ. ഫോർ എക്സാമ്പിൾ, പരിച്ഛേദന എന്ന് പറയുന്ന ഒരു ഉപദേശം യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരു കാര്യവും വിശ്വസിക്കത്തില്ല. കാര്യം ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഉപദേശമാണ്. പൗൽ പറയാണ്, പരിച്ഛേദനയുമല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു മുഖ്യധാര മെയിൻ ഉപദേശത്തിന് എതിരായിട്ടാണ് പോളിന് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. കാര്യം കൊടുത്തിരിക്കുന്ന നിയമങ്ങളോ പ്രമാണങ്ങളോ അല്ല എന്ന് വിഷയം, മറിച്ച് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ചിരിക്കുന്ന രക്ഷണ്യ പ്രവൃത്തിയിലെ ആഴമായ വിശ്വാസമാണ്. അതിൽ നമ്മൾ രക്ഷിക്കപ്പെടുക. അതിൻ്റെ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് നമ്മൾ കാണുന്നത് കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നതുമാതിരി ബിറ്റ്സ് ആൻഡ് പീസസ് കിട്ടിയിട്ടുള്ളൂ, മനസ്സിലായിട്ടുള്ളൂ.
എന്നാൽ നാം മുഖാമുഖമായി കാണുമെന്ന് പറയുന്നത് പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ ഞാൻ അംശമായിട്ട് അറിയുന്നു, അതിന്റെ അധൂര ബിറ്റ്സ് ആൻഡ് പീസസ് നമ്മൾ മനസ്സിലായിട്ടുള്ളൂ. അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ അറിയും. എപ്പോൾ ഇത് പൂർണ്ണമായത് വന്നു കഴിയുമ്പോൾ, പൂർണ്ണമായിട്ട് ലഭിച്ചു കഴിയുമ്പോൾ ഞാൻ അറിയപ്പെടുന്നത് പോലെ അതിനെ അറിയും. അന്ന് അത് നീങ്ങിപ്പോകും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇവിടെ അതിന്റെ 8ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകില്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും. ഈ ഭാഷാപരം നിന്നു പോകുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത് നിന്നുപോയി. ഇന്ന് അതിന്റെ ഒരു ആവശ്യമില്ല. ഇന്ന് നിങ്ങള് ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കോറയ്ക്ക പറയുന്നതിന് അതിൽ ഒരർത്ഥവുമില്ല. അത് അന്യഭാഷയാണെന്ന് വരുത്തി തീർക്കാൻ ആൾക്കാർ ബന്ധപ്പെട്ട് അങ്ങനെ എന്തോ ജിബ്രീഷ് പറഞ്ഞ് അതൊരു ഉപദേശമാക്കി മാറ്റിയിരിക്കുക, വൈകാരികമായിട്ട് ഏറ്റെടുത്തിരിക്കുക. എന്നാൽ അത് നിന്നു പോകുന്നു. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അത് നിന്നു പോയിരിക്കുക. ഈ കൂട്ടർ പറയാറുണ്ട്, അത് കർത്താവിന്റെ വരവിൽ നമ്മൾ കാണുമ്പോൾ നിന്നു പോകുമെന്നാ പറയുന്നത്. എന്തൊരു അർത്ഥശൂന്യതയാണെന്നറിയാമോ? കർത്താവിന്റെ വരവിൽ നമ്മൾ ചേർക്കപ്പെടുക, അന്ന് ഭാഷാവരം നിന്നു പോകണമെന്ന് പറയണോ? എല്ലാം നിന്നു പോയില്ലേ? താങ്കളെ നിന്നു പോയില്ലേ? താങ്കളുടെ ശരീരമേ മാറി വേറൊരു പുതിയ ശരീരം ലഭിച്ച് സ്വർഗത്തിലെത്തിയിരിക്കുക. അന്ന് ഭാഷാവരം നിന്നു പോകുന്നു പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമുണ്ടോ? കാര്യങ്ങളെ മനസ്സിലാകാതെ കംപ്ലീറ്റ് കുഴഞ്ഞ് കിച്ചടി മാതിരി ആയി പോയിരിക്കുക. ഇവിടെ 13 ലേഖനങ്ങൾ എഴുതി തീർന്നു. 2 തിമോത്തിയോട് എഴുതി കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിരിക്കുക, അതിന്റെ പർപ്പസ് പൂർത്തിയായിരിക്കുക. കർത്താവുമായിട്ട് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഭാഷയായിരുന്നു. ദൈവം ആ ആത്മീക മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുന്ന ഭാഷയായിരുന്നു. അത് നിന്നുപോയി. യു ആർ കംപ്ലീറ്റ് ഇൻ ക്രൈസ്റ്റ് നൗ. ഇതൊന്നും അറിയാതെ അപ്പോസ്തല പ്രവൃത്തികൾ 2:38 നമ്മുടെ ഉപദേശം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഉപദേശങ്ങൾ മുഴുവൻ എടുത്തിരിക്കുക. മാനസാന്തരം, ജലസ്നാനം, കാത്തിരുന്ന് വിശുദ്ധിയെ തികച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഇതൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. താങ്കളുടെ പദ്ധതിയല്ല. താങ്കൾ അതിന്റെ 8ക്കും 7ക്കും അടുക്കാൻ പറ്റത്തില്ല. മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ, ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കുക. എഫേസ്യ ലേഖനം 2:13. ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുക. ഇതാ നിങ്ങളുടെ പദ്ധതി. ഇത് അപ്പോസ്തല പ്രവൃത്തികൾ 2:38 യഹൂദനെ വിളിച്ചു ചേർത്തത് നമ്മുടെ പദ്ധതിയാണ്, അതാണ് നമ്മുടെ സുവിശേഷം എന്നും പറഞ്ഞ് മർക്കോസ് 16:16 സ്നാനമേൽക്കുകയും വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുന്നതാണ് നമ്മുടെ സുവിശേഷം. അത് പറഞ്ഞ ക്രൗഡ് വേറെയാണ്, ജനം വേറെയാണ്, പർപ്പസ് വേറെയാണ്. അത് നമ്മുടേതാണെന്ന് ഏറ്റെടുത്ത് നിന്നിട്ട് മത്തായി 28 ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തിരിക്കുന്നു. താങ്കൾ എവിടെ പോയിട്ടാ താങ്കളെ പോയി ഉലകത്തിൽ സുവിശേഷം അറിയിക്കാൻ പറഞ്ഞത്? അവരാ ദൈവജനം, അവരാണ് വാഗ്ദത്തം കൊടുത്ത ദേശത്ത് നിന്ന് ചിതറിപ്പോയിരിക്കുന്ന ഡയസ്പോറ ജ്യൂസ്, ചിതറിപ്പോയിരിക്കുന്ന യഹൂദൻ. അവരോട് പോയി പരദേശിയായി പാർക്കുന്ന വീട്ടിൽ എന്റെ ചട്ടങ്ങൾ നിന്റെ കീർത്തനമായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന അവരോടാ, താങ്കളോടല്ല. കാര്യങ്ങളെ അറിയാതെ മനസ്സിലാക്കാതെ ഇന്നും അന്യഭാഷ ഉണ്ട് എന്നൊക്കെ വൈകാരികമായിട്ട് ഏറ്റെടുത്ത് ചുമ്മാതെ വഴക്കും വയ്യാവേലിയുമായിട്ട് നടക്കാതെ ദൈവവചനം എന്താണെന്ന് മനസ്സിലാക്കി ദൈവഹിതത്തിന് സമർപ്പിക്കുവാൻ ഞാൻ വിനീതമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുക. ഇന്ന് ആട്ടിമുടി ഉപദേശങ്ങൾ മുഴുവനും തെറ്റിൽ കുളിച്ചു നിൽക്കുക. ഒരു വാക്യം മാത്രം വായിച്ച് ഞാനിത് അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ പറയുക, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അല്പസമയം കൂടെ കർത്താവിന്റെ വരവിന് താമസമായാൽ നിങ്ങൾക്കുണ്ട്. സത്യം മനസ്സിലാക്കി കർത്താവിന്റെ കാൽവറിയിലേക്കും ആ ക്രൂശിലൂടെ ഒഴുകിയ രക്തത്തിലുള്ള രക്ഷയിലും ആശ്രയിക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുക. അന്യഭാഷ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അന്യഭാഷ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. അത് കിങ്ഡം ഗോസ്പലിൽ ദൈവം കൊടുത്തിരുന്നത് ഹൊറിസോണ്ടലായിട്ട് ജനത്തോട് സംസാരിക്കാൻ കൊടുത്തിരുന്ന ഭാഷയാണ്. എന്നാൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ഈ കാലഘട്ടത്തിലെ ദൈവസഭ റാപ്ചറിൽ ചേർക്കപ്പെട്ട് സ്വർഗത്തിൽ നിത്യം വസിക്കുവാനായി ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിലെ സിറ്റിസൺസ് ആയിട്ടുള്ള ദൈവസഭയ്ക്ക് തന്നിരിക്കുന്ന ഉപദേശമാണ്. അതിൽ നമുക്ക്
സ്വർഗീയ പദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തി തരുവാൻ, ദൈവത്തോട് സംസാരിക്കുവാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നിരുന്ന പദ്ധതിയാണ്, ഭാഷയാണ് അന്യഭാഷ. ഈ രണ്ട് പദ്ധതിയിലും ദൈവിക പദ്ധതിയായിട്ട് ദൈവം തന്നിരുന്നത് അന്യഭാഷ. എന്നാൽ ഇവിടെ അത് നിന്നു പോകുമെന്ന് പറഞ്ഞിരുന്നത് പോലെ തന്നെ അതിന്റെ പർപ്പസ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അത് നിന്നു പോകുവാനായിട്ടിടയായി. ഇത് ഇന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവിക പദ്ധതി ഒന്നും ഇന്നും പൂർത്തിയായിട്ടില്ല എന്ന് നിങ്ങൾ സാക്ഷ്യം പറയുന്ന പോലെ ഇരിക്കും. നിങ്ങൾ ഇന്നും ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, പുതിയ മർമ്മങ്ങൾ, ദൈവിക പദ്ധതികൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് കള്ളസാക്ഷ്യം പറയേണ്ടതായിട്ട് വരും. ഐ ലീവ് ഇറ്റ് ടു യു. സത്യം മനസ്സിലാക്കുവാൻ തിരുവചനം നിങ്ങളുടെ കയ്യിലുണ്ട്. ഒരിക്കൽ കൂടി വായിച്ചാൽ ഇത് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വിഷയം നിങ്ങൾക്ക് ബോധ്യമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വലിയ സബ്ജക്റ്റിനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ടതുകൊണ്ട് ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ന്യായമായ റീസണബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവരായി നിൽക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മാറാനാഥ. ഗ്രേസ്.